പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാരക്കിന്റെ ലാസ്റ്റ് 8ാമത്തെ കാരക്കാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഏതാണ്? സംബോധൻ കാരക് അല്ലെ? അതിന്റെ മുമ്പേ ഇതേപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ഇനി എന്താണ് സംബോധൻ കാരക് അല്ലെ? സംബോധൻ എന്ന് പറഞ്ഞാൽ എന്താ? ആരെങ്കിലും വിളിക്കുക അല്ലെ? നമ്മൾ റോഡ്മ കൂടി പോവുകയാണെങ്കിൽ നമ്മളെ ഫ്രണ്ട്സിനെ കണ്ടാൽ നമ്മൾ വിളിക്കാറില്ലേ? റൈറ്റ്. പിന്നെ എന്താ ചെയ്യാറ്? നമ്മൾക്ക് അറിയാത്തൊരു വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? മുമ്പിലുള്ള ആളോട് വഴി ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ വിളിക്കാറുണ്ട്. നമുക്ക് അവരുടെ പേരറിയില്ല, ഒന്നും അറിയില്ല. എന്നാലും നമ്മൾ അവരെ റെസ്പെക്റ്റോട് കൂടി ഏതെങ്കിലും ഒരു വേർഡ്സിൽ വിളിച്ചിട്ട് അല്ലെ? നമ്മൾ അതേപോലെ തന്നെ ഹിന്ദിയിലും നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ സംബോധൻ കാരക് എന്ന് പറയാറ്. जिस संज्ञा या सर्वनाम से किसी को पुकारा या बुलाया जाए, എന്താണ്? या संबोधित किया जाए. किसी को पुकारा, बुलाया या संबोधित किया जाए, उसे हम संबोधन कारक कहते हैं. അല്ലെ? ഏതൊക്കെ വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യാറ്? ഏതൊക്കെ ലെറ്റേഴ്സ് നമ്മൾ അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാറ്? ഹേ യൂസ് ചെയ്യും, അരേ യൂസ് ചെയ്യും, ഓ, രേ, അരേ, ഇത്രയും വേർഡ്സ് ഒക്കെ നമ്മൾ മറ്റുള്ളവരെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ഗോഡിനോടും പറയാറുണ്ട് എന്റെ ഈശ്വര എന്ന് നമ്മൾ പറയാറുണ്ട്. റൈറ്റ്. അതേപോലെ തന്നെ ഹിന്ദിയിൽ എന്താണ്? ഹേ ഭഗവാൻ മേരി മദത് കരോ. ദാറ്റ് ഈസ് വി ആർ കോളിംഗ് ദ ഗോഡ്. റൈറ്റ്. അരേ മിത്ര ഇധർ ആവോ അല്ലെ? ഫ്രണ്ടിനോട് നമ്മൾ പറയാറുണ്ട് അരേ ഇങ്ങോട്ടൊന്ന് വരാവോ, ഇങ്ങോട്ടൊന്ന് വരാവോ ചോദിക്കാറുണ്ട് അല്ലെ? അതേപോലെ തന്നെ എന്താണ് നമ്മള് അരേ മിത്ര ഇധർ ആവോ. ഓ ബച്ചോ ധ്യാൻ ദോ. ടീച്ചേഴ്സ് പറയണതാണ്, കുട്ടികളെ ശ്രദ്ധിക്കൂ. റൈറ്റ്. അപ്പൊ എന്താണ്? ഓ ബച്ചോ ധ്യാൻ ദോ. ഹേ രാം യഹ് ക്യാ ഹുവ. എന്റെ കൃഷ്ണ എന്ത് സംഭവിച്ചു എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ? ലൈക്ക് ദാറ്റ്. എന്താണ്? ഹേ രാം യഹ് ക്യാ ഹുവ. ആരെങ്കിലും വിളിക്കുന്നത്, ആരോടെങ്കിലും എന്താ പറയാ, നമ്മൾ പെട്ടെന്ന് ചോദിക്കുന്നത് അല്ലെ? കിസിക്കോ പുലാന, പുക്കാർന യ സംബോധൻ കർണ, ഇസേ ഹം സംബോധൻ കാരക് കഹത്തെ ഹെ. നമ്മളപ്പം എത്ര കാരക് ചിഹ്നങ്ങൾ പഠിച്ചു? എത്ര കേസസ് ആയിരുന്നു പഠിച്ചത്? 8 കേസസ് പഠിച്ചു കഴിഞ്ഞു അല്ലെ? 8 കാരക് ചിഹ്നങ്ങളാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഏതൊക്കെയായിരുന്നു എന്ന് അത് ഓർമ്മയുണ്ടോ? ഏതൊക്കെയായിരുന്നു അത്? കർത്താകാരക്, കർമ്മകാരക്, കർണകാരക്, അപാദാൻ, സംപ്രദാൻ, സംബന്ധ, സംബോധൻ ആൻഡ് അധികരൺ കാരക്. ഇതേപോലത്തെ വീഡിയോസിനായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റും കൂടെ ചെയ്യുക. താങ്ക് യു.